എല്ലാവർക്കും നമസ്കാരം. ഈ ദിവസങ്ങളിലെ പത്രവാർത്തകൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചരമക്കോളവും അതിൻ്റെ പുറകിലുള്ള പേജും ഒക്കെ നോക്കുമ്പോൾ, ഒരു 15 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ധാരാളം യുവാക്കൾ ദിവസേന ഈ ബൈക്ക് അപകടത്തിൽ മരണമടയുക. നമ്മളുടെ ഭരണവർഗത്തിനും ഭരിക്കുന്നവർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഇവരുടെ മരണത്തിൽ ഒരു യഥാർത്ഥത്തിലുള്ള സങ്കടമുണ്ട് എങ്കിൽ അവർ സ്വീകരിക്കേണ്ട ചില നടപടികളെക്കുറിച്ചും ഈ മിക്ക അപകടങ്ങളുടെ പുറകിലുള്ള കാരണങ്ങളെക്കുറിച്ചും സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മിക്ക അപകട മരണങ്ങളും നമ്മൾ നോക്കുമ്പോൾ 30 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് കൂടുതലും ഈ അമിത വേഗം കൊണ്ടുള്ള അപകടത്തിൽ പെട്ട് മരണമടയുന്നത്. 30 വയസ്സിൽ താഴെയുള്ളവർ. അതിൽ നമ്മളൊരു ഇച്ചിരൂടെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു 15 വയസ്സ് മുതൽ ഒരു 23 വയസ്സ് വരെയുള്ളവരാണ് മിക്കവാറും ഈ അപകടത്തിൽപ്പെടുന്നത്. 23 വയസ്സ് കഴിഞ്ഞുള്ളവർ അങ്ങനെ ഒരു സാധാരണഗതിയിൽ അങ്ങനെയല്ല. പക്ഷേ കൂടുതലും, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 15നും 25നും ഇടയ്ക്കുള്ളവരാണ് കൂടുതലും ഈ പരുവത്തിലാകുന്നത്. ഞാൻ അതിനകത്ത് തന്നെ എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നിയത്, ഈ മരിക്കുന്ന 90% പിള്ളേരുടെ മുടി ഇങ്ങനെ കമ്പി പോലെ ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സൈസിലുള്ള ആളുകളുമാണ്. അപ്പോൾ 15 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെ ഇടയ്ക്ക്, അത് 30നും 15നും ഇടയ്ക്കെന്ന് അങ്ങ് പറഞ്ഞു വെക്കാം. നമ്മുടെ ചെറുപ്പക്കാരാണ്, അനേക കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്, ഭാവിയിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. ഇതിൽ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരും ഉണ്ട്, വിദ്യാഭ്യാസം കുറഞ്ഞവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചില കുടുംബങ്ങളുടെ, ഒന്നാമത് ഈ അണുകുടുംബങ്ങളിൽ 1-2 മക്കൾ അങ്ങേയറ്റമല്ല ഉള്ളൂ. അങ്ങനെയുള്ള വീടുകളിൽ, എല്ലാ വീടുകളിലും ഇതൊരു ആശ്രയമായ വ്യക്തികളാണ്. ഇനി പ്രായപരിധി എന്ന് പറഞ്ഞാൽ ഒരു 15നും 30നും ഇടയ്ക്കാണ് ഈ കൂടുതൽ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് എൻ്റെ ഒന്നാമത്തെ ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഈ ഇരുചക്ര വാഹനങ്ങളെല്ലാം, ഒന്നാമത് ഈ ഇരുചക്ര വാഹനങ്ങളുടെ പുറകുവശം താന്നിരിക്കുകയും അതിൻ്റെ മുൻവശം ടാങ്കും ഹാൻഡിലും സഹിതം ഉള്ളത് ഉയർന്നിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ അമിത വേഗത്തിലൊക്കെ വന്നിട്ട് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇത് ഫ്രണ്ട് ഷോക്ക് അബ്സോർബർ താഴോട്ടങ്ങ് താഴുകയും ഈ ബാക്ക് വശം ഇങ്ങനെ പൊങ്ങുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഈ ഇരുചക്ര വാഹനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്പോർട്സ് ബൈക്കുകളിൽ, പ്രത്യേകിച്ച് റോഡിൽ ഓടുന്ന ബൈക്കുകളൊക്കെ ആ ഒരു തലത്തിലാണ് അതിൻ്റെ നിർമ്മാണം നിൽക്കുന്നത്. ഇങ്ങനെ പാരലായിട്ടല്ല നിൽക്കുന്നത്, അതിൻ്റെ ബാക്ക് വശം താന്ന് ഫ്രണ്ട് വശം അല്പം ഉയർന്ന്. അപ്പോൾ നല്ല സ്പീഡിൽ ഓടി വരുമ്പോൾ അതിന് പല ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ നെഞ്ചിലേക്ക് കാറ്റടിക്കാതെയൊക്കെ ഇരിക്കും. എന്നിട്ട് അത് ബ്രേക്ക് ചവിട്ടുമ്പോൾ അത്ര ആ സ്പീഡിനനുസരിച്ച് ചവിട്ടുമ്പോൾ ഫ്രണ്ട് താന്ന് വരുമ്പോൾ ഏതാണ്ട് പാരലായിട്ട് ബൈക്ക് നിൽക്കും. എന്നാൽ ഇപ്പോഴത്തെ ബൈക്കുകൾ നമ്മൾ നോക്കിക്കേ, മിക്ക ബൈക്കുകളും സ്പോർട്സ് ബൈക്കുകളൊന്നും അല്ല, ചുമ്മാ ഈ ഇങ്ങനെ വന്ന് വളഞ്ഞ് ഈ ഫ്രണ്ട് വശം അങ്ങ് ബാക്ക് വശം അങ്ങ് പൊങ്ങി. പല ബൈക്കുകളുടെയും പുറകിലത്തെ സീറ്റിലിരിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഒരു 5 അടിക്ക് മുകളിൽ പൊങ്ങിയായിരിക്കുന്നത്. അവരുടെ തലയൊക്കെ 5-6 അടി പൊക്കത്തി. ഒരു പിടുത്തവും ഇല്ല, ഒരു കൺട്രോളും ഇല്ല. ആ ഓടിക്കുന്നവൻ എന്തെങ്കിലും പെട്ടെന്നൊന്ന് ബ്രേക്ക് പിടിക്കുകയോ എന്തെങ്കിലും ചെയ്തതൊന്ന് പാളുകയോ വല്ലതും ചെയ്താൽ ഈ പുറകിലിരിക്കുന്നവൻ അവൻ്റെ മുഴുവൻ ശരീരഭാഗവുമായി മുന്നിലിരിക്കുന്നവൻ്റെ പുറത്തേക്ക് പോകും. മിക്ക ബൈക്കുകളും അപകടത്തിൽപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇപ്പോഴത്തെ പുതിയ ബൈക്കുകളെല്ലാം അങ്ങനെ ഒടിഞ്ഞു മടങ്ങി ഇങ്ങനെയായിരിക്കുന്നത്, ഒരു ഷേപ്പുമില്ല. അതൊക്കെ ഒരാൾ പോകാനാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ പല ബൈക്കുകളിലും ഓടിക്കുന്ന യുവാക്കളുടെ ജനനേന്ദ്രിയങ്ങളും ബോൾസും ഒക്കെ ഇതിൻ്റെ ടാങ്കലായിരിക്കുന്നത്. സന്താനോൽപാദനത്തിന് വരെ പ്രശ്നം വരാം എന്നുള്ളൊരു ആരോഗ്യ പ്രശ്നം അതിനകത്തുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ. ഇങ്ങനെ ഒരു ഷേപ്പും ഇല്ലാതെ വളഞ്ഞിരിക്കുന്ന ബൈക്കുകൾ, ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലൊന്ന് എത്തിക്കുകയും ഗവൺമെൻറ് അതിനകത്തൊരു ശ്രദ്ധ എടുക്കുകയും ചെയ്യേണ്ടതാണ് എന്നൊരഭിപ്രായം ഇതിനകത്ത് ആദ്യം തന്നെ പറയട്ടെ. പിന്നെയുള്ളത്, ഇപ്പോഴത്തെ ബൈക്കുകളുടെ അമിത വേഗം, ഒരു 70-80 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന കാറുകളുടെ മുമ്പിലേക്ക് ബൈക്ക് വന്നിട്ട് ഇങ്ങനെ 80 കിലോമീറ്റർ സ്പീഡിലൊക്കെ സ്റ്റഡി പോകുന്ന കാറാണെങ്കിൽ ഇങ്ങനെ ഒരു ഒച്ച വെച്ച് ഇങ്ങനെ അങ്ങ് കയറി പോകുന്നതാണ് ഇത്. തന്നെയല്ല ചെറുപ്പക്കാർക്ക് ഇങ്ങനെ പോകുന്ന ഒരു രസമാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് പൊളഞ്ഞിങ്ങോട്ടൊന്ന് ഇങ്ങനെ ഷൂ എന്നൊരു കാരണം മുന്നോട്ട് ഇങ്ങനെ പൊളഞ്ഞ് പാമ്പ് പോകുന്നത് പോലെ, അതെല്ലാം ഈ ഒരു 70-80 കിലോമീറ്ററിന് മുകളിൽ സ്പീഡാണ്. 80 കിലോമീറ്റർ സ്റ്റഡി പോകുന്ന കാറുകളുടെ മുമ്പിലേക്ക് ബൈക്കുകൾ വന്ന് കയറിക്കഴിഞ്ഞാൽ പോകുന്ന പോക്കുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു 100, 120, 130 കിലോമീറ്ററൊക്കെ സ്പീഡിലാണ് ഇത് പോകുന്നത്. അപ്പോൾ വണ്ടിക്ക് അത്ര സ്പീഡുണ്ടോയെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ മീറ്ററുള്ള വണ്ടികളിൽ അത്ര സ്പീഡുണ്ട്, അത് കയറും. അത് തന്നെയാണ് കാര്യം.
അമിത വേഗം. അമിത വേഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ ഓടിക്കുന്നവർക്ക്, നമ്മൾ കാറിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ ബസ്സിൽ പോകുന്നവർക്കൊക്കെ അറിയാം. ഈ 80 കിലോമീറ്ററൊക്കെ സ്പീഡ് ലിമിറ്റിൽ കാറുകൾ മര്യാദയ്ക്ക് പോകുമ്പോൾ 100 120 കിലോമീറ്റർ സ്പീഡിലാണ് ബൈക്കുകൾ കയറി പോകുന്നത്, ഇപ്പോഴത്തെ ആധുനിക ബൈക്കുകൾ. അപ്പോൾ അമിത വേഗം. പിന്നെ ഒരെണ്ണമുള്ളത് ഇതിൽ പോകുന്ന യുവാക്കളുടെ അമിത ധൈര്യം. അമിത ധൈര്യം. ഈ അമിത ധൈര്യത്തിൽ കമ്പനിക്കാരൻ പറയും 2 ABS ആണ്, 2 വീലിനും ഡിസ്ക് ബ്രേക്കാണ്, ABS ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ABS ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇതിനൊരു ലിമിറ്റ് സ്പീഡിൽ പോകുമ്പോഴേ ഇതിനൊക്കെ ഉദ്ദേശിക്കുന്ന രീതി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വർക്ക് ചെയ്യുകയല്ലെന്നല്ല, ഈ 2 വീലല്ല ഉള്ളൂ. അതിന് പെട്ടെന്ന് വഴിയിൽ നിന്ന് ഒരു പട്ടി വന്ന് ചാടുകയോ, ഒരു പശു വന്ന് ചാടുകയോ, ഒരു മൃഗം ചാടുകയോ, ഒരു വണ്ടി വരുകയോ, ആൾ ചാടുകയോ ഒക്കെ ചെയ്താൽ സഡനായിട്ടുള്ള സംവിധാനം വരുമ്പോൾ ഈ 2 വീലുകളല്ലേ ഇതിനുള്ളൂ, 2 ടയറുകളല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഇപ്പോഴത്തെ ഈ 100cc അതുപോലുള്ള ചെറിയ ചെറിയ ബൈക്കുകളൊക്കെ ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ പോലും ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് പാളും. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ബ്രേക്ക് പിടിച്ച് കൃത്യമായി ഗിയറും ഒക്കെ ഇട്ടൊക്കെ നിന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ തലമുറ അങ്ങനെയല്ല, ചുമ്മാ ലക്കും ലഗാനോ ഇല്ലാതെ പോവുക. ഇങ്ങനെ ഈ അമിത ധൈര്യം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാര്യം ഡ്രൈവിങ്ങിലുള്ള അജ്ഞതയാണ്. ഡ്രൈവിങ്ങിലുള്ള അജ്ഞത. ഇതെങ്ങനെയാണ് ഓടിക്കേണ്ടതെന്നുള്ളത് ഇത് തുടക്കത്തിലേ തന്നെ ഇവർ പഠിക്കുന്നില്ല. ഇവരുടെ കൂട്ടുകാരങ്ങ് പഠിപ്പിക്കും, എടാ കയറിയിരുന്ന് ഇങ്ങനെ അങ്ങ് വിട്ടാൽ മതി എന്ന് പറയും. 2, ഈ അമിത ധൈര്യത്തിൻ്റെ പുറകിൽ ലഹരികളുണ്ട്. മുൻകാലങ്ങളിലുള്ള ലഹരി എന്ന് പറഞ്ഞാൽ ഒന്ന് മദ്യം, ഇപ്പോൾ അങ്ങേയറ്റം കൂടിയ ലഹരി എന്ന് പറഞ്ഞാൽ കഞ്ചാവ്. ഇപ്പോൾ ഈ മദ്യവും കഞ്ചാവും ഒക്കെ ലഹരികളിൽ ഇപ്പം വെറും ശിശുവായി മാറി. ഇപ്പോൾ ഏറ്റവും കൂടിയ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരക ലഹരികൾ, MDMA, രാസലഹരികൾ എന്നൊക്കെ പറയുന്ന വലിയ കൂടിയ സാധനങ്ങൾ, ചില മരുന്നുകൾ, മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടുന്ന ചില മരുന്നുകൾ ലഹരിയായി ഉപയോഗിക്കുന്നു. ഇതൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേനും ഇവർക്ക് അമിതമായ ധൈര്യം. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് BMW-ൻ്റെ 40 ലക്ഷം രൂപയുടെ ബൈക്കാണെന്നൊരു തോന്നലൊക്കെ ഇവർക്ക് അങ്ങ് വരിക. BMW-ൻ്റെ 40 ലക്ഷത്തിൻ്റെ ബൈക്കാണേലും ഇത് കയറുക തന്നെയാണ്. അപ്പോൾ അത് അമിത ധൈര്യം. പിന്നത്തെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇറക്കി വിടാൻ രാഷ്ട്രീയ പാർട്ടിക്കാരോട് ദയവ് ചെയ്ത് പറയട്ടെ, നിങ്ങൾ നമ്മുടെ യുവതലമുറയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഈ ഓവർ സ്പീഡിലും ലഹരിയിലും ഒക്കെ ഇവരെ പോലീസ് പിടിച്ചാൽ ദയവ് ചെയ്ത് നിങ്ങൾ പുറകെ പോകരുത്. നിങ്ങൾ പോലീസുകാരോട് പറയണം, പരമാവധി ശിക്ഷ അവർക്ക് മേടിച്ചു കൊടുക്കാവുന്ന രീതിയിൽ അത് ചാർജ് ചെയ്ത് വിടുക. അങ്ങനെയാണെങ്കിൽ അവരതുകൊണ്ട് നന്നാകും. അതേസമയത്ത് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് അവരുടെ ഭാവി നശിപ്പിച്ച് കളയും എന്ന ഒരു ഭാഗം കൃത്യമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ അതിന് തയ്യാറാകണം. രാഷ്ട്രീയക്കാർക്ക് സമൂഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഉപകാരം അത്. നിങ്ങൾ ദയവ് ചെയ്ത് ഇവരെ ഇറക്കി വിടരുത്. മതനേതാക്കന്മാരോടും പറയട്ടെ, നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകരുത്, ഇവരെ ഇറക്കി വിടരുത്. ഇവരതിൻ്റെ ഭാരം എന്താണെന്ന് അറിയട്ടെ. അടുത്തത്, ഈ വാഹനങ്ങളുടെ ഞൊടിയിട കൊണ്ട് സ്പീഡ് എടുക്കാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ 0 നിന്ന് 100 കിലോമീറ്ററിലോട്ടൊക്കെ വരാൻ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ബൈക്കുകൾക്കൊക്കെ നിസ്സാര സമയം മതി, സെക്കൻഡുകൾ മതി. എന്ന് പറഞ്ഞാൽ ഈ ഓടിക്കുന്നവന് തോന്നുക മുന്നേ പോകുന്ന 5 വണ്ടിയെ, ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യേണ്ടടുത്ത് 5 എണ്ണത്തിനെ ഒരുമിച്ച് ഓവർടേക്ക് ചെയ്യാൻ എൻ്റെ വണ്ടിക്ക് പറ്റും. ഓവർടേക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എന്തെങ്കിലും സാങ്കേതിക വിഷയം ഉണ്ടായാൽ ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കുകയില്ലെന്നുള്ള കാര്യം മനസ്സിലാകുന്നുമില്ല. അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഹെൽമറ്റിന് സംരക്ഷിക്കാൻ കഴിയാത്തത്ര ആക്കമുള്ള അപകടങ്ങൾ. ഇപ്പോൾ പല അപകടങ്ങളിലും അപകടം നടക്കുമ്പോൾ ഹെൽമറ്റ് ഉണ്ടെങ്കിലും ഈ അപകടം കഴിഞ്ഞ് നോക്കുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ ഒരു കുപ്പിക്കകത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇങ്ങനെ കുലുക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഹെൽമറ്റിനകത്ത് തലച്ചോറ് കുലുങ്ങിപ്പോവുക. ഈ അടുത്ത കാലത്ത് നടന്ന പല അപകടങ്ങളിലും ഉഗ്രം ഹെൽമറ്റ് ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് പോലും അവസാനം സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ തലച്ചോറ് ഇളകിപ്പോയി. അപ്പോൾ ഇതുപോലത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെന്താ പരിഹാരം എന്നുള്ളതാണ് 2-3 പറയാനുള്ളത്. അതിൽ 1-2 പരിഹാരങ്ങളിൽ ഒന്നാമത്തെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, കഴിയുന്നിടത്തോളം ലഹരി നിയന്ത്രിച്ചേ മതിയാവും. ഈ ലഹരിയുടെ പുറകിൽ ഉന്നത മാഫിയകളും രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര ശക്തമായിട്ട് ഇവിടെ കിടന്ന് കളിക്കുന്നത്. നമ്മുടെ തലമുറകളില്ലെങ്കിൽ നമ്മളില്ല. ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ട് ഈ ലഹരിയുടെ മേഖല കർശനമായിട്ട് നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം. കാരണം ഈ മിക്ക മരണത്തിലും പെടുന്ന യുവാക്കന്മാർ എന്തെങ്കിലും വിധത്തിലുള്ള ലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇരുചക്ര വാഹനങ്ങൾക്ക് ഒരു പ്രാവശ്യം ഓവർ സ്പീഡിലോ നിയമവിരുദ്ധമായോ പിടിച്ചു കഴിയുമ്പോൾ ഒറ്റ പ്രാവശ്യം പിടിച്ചെന്ന് ചുമ്മാ പിഴയടപ്പിച്ച് വിടാതെ അവരുടെ ലൈസൻസിലോ അല്ലെ അതുപോലെയുള്ള ചിലർ കൃത്യമായ മാർക്കിംഗ്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് വിടും. പിന്നീട് അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും പിടിക്കപ്പെടുമ്പോൾ രണ്ടാമത്തേതും കൂടി ഇടും.
ലാസ്റ്റ് ഒരിടത്ത് കൂടെ പിടിക്കുമ്പോൾ മൂന്നാമത്തതും കൂടി ഇടും. അങ്ങനെ 3 ഹോള് ലൈസൻസ് വീണ് കഴിഞ്ഞാൽ അവൻ ഡ്രൈവിങ്ങിൽ ഒരു ഭയങ്കര ക്രിമിനലാണ്. 4ാമത്തെ പ്രാവശ്യം അവനെ പിടിച്ചാൽ ആ ലൈസൻസും സസ്പെൻഡാക്കി പോവും, ലൈസൻസ് ഡിസ്മിസ് ആയി പോകും, ജീവിതത്തിൽ അവന് കിട്ടില്ല. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ വാഹനവും കൊണ്ടുപോയി പൊളിച്ച് കളയണമെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം. കാരണം ഇവൻ്റെ ജീവിതം മാത്രമല്ല, വഴിയെ പോകുന്ന ആളുകളുടെ ജീവിതവും കൂടെ ഈ രീതിയിൽ ഇല്ലെന്നാക്കും. അതുകൊണ്ട് കർശനമായ നടപടി വേണം. ഇനി പറയുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തോട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ ബൈക്കുകളെല്ലാം ഈ കമ്പ്യൂട്ടർ ചിപ്പുകൾ വെച്ച് നിയന്ത്രിക്കുന്ന ബൈക്കുകളാണ്, സെൻസർ നിയന്ത്രിത ബൈക്കുകളാണ്. ഇതിനൊന്നും സ്പീഡ് ഗവർണർ വെക്കണ്ട, ഇതിനെല്ലാം ഒരു സ്പീഡ് അങ്ങ് ഗവൺമെൻറ് സെറ്റ് ചെയ്താൽ മതി. അതായത് ഒരു 125 cc തൊട്ട് താഴോട്ട് എല്ലാ വാഹനങ്ങൾക്കും 60 കിലോമീറ്ററിൽ സെൻസറിൽ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ മതി. ഇതെന്നാ പിടിയിൽ വിട്ടാലും 60-ന് മുകളിൽ കയറുകയില്ല. അത് ആ സംവിധാനം മാറ്റാത്ത രീതിയിൽ ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കിയാൽ മതി. 60 കിലോമീറ്റർ സാധാരണ സ്കൂട്ടറോ ചെറിയ വാഹനങ്ങളെല്ലാം 60 കിലോമീറ്ററിന് മുകളിൽ സ്പീഡ് ലിമീറ്റർ കയറില്ല. അങ്ങനെ ആക്കാമത് വളരെ ലളിതമായിട്ട് ഒറ്റ ഓർഡറിൽ ഗവൺമെൻറ്റിന് ഇറക്കാവുന്നതാണ്. 2, 125 മുതൽ ഒരു 200 വരെ ഉള്ളതിന് ഒരു 70 കിലോമീറ്റർ സ്പീഡ് കൊടുക്കുക. ഇച്ചിരൂടെ വിലയുള്ളതും ഇച്ചിരൂടെ ആധുനികമാണല്ലോ. 200-ന് മുകളിൽ എൻജിൻ പവറുള്ള വണ്ടികൾക്ക് ഒരു 80 വരെ മാക്സിമം. അതായത് 125 വരെ ഒരു 60-ഉം, ഒരു 200 വരെ ഒരു 70-ഉം, 200-ന് മുകളിൽ എത്ര CC ഉണ്ടെങ്കിലും 80, 80-ന് മുകളിൽ പോകാൻ പറ്റാത്ത രീതിയിൽ ഇതിൻ്റെ സ്പീഡ് അങ്ങ് സെറ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഇപ്പോഴത്തെ ആധുനിക ബൈക്കുകളൊക്കെ ഈ 200 CCക്ക് മുകളിലുള്ള ബൈക്കുകളൊക്കെ 80 കിലോമീറ്റർ സ്പീഡിൽ മര്യാദയ്ക്ക് പോയാൽ ഒരപകടം ഉണ്ടാകുകയില്ല. ഈ സ്കൂട്ടറുകളും സാധാരണ വണ്ടികളും ഒക്കെ ഒരു 60-ന് മുകളിൽ പോകാതെ മര്യാദയ്ക്ക് പോയാൽ അപകടങ്ങൾ വളരെ കുറയും. ഈ ഇടത്തരം ബൈക്കുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ബൈക്കുകളും ഒരു 125-നും 200-നും ഇടയ്ക്കുള്ള ബൈക്കുകളാണ്. ആ ബൈക്കുകളൊക്കെ ഒരു 70 കിലോമീറ്റർ, അപ്പോൾ ഒരു 60, 70, 80 എന്ന രീതിയിൽ ഇതിനെ ക്രമീകരിച്ചാൽ 80-ന് മുകളിൽ ഈ ബൈക്കുകൾ പോവില്ല. നമ്മുടെ ഇവിടുത്തെ നിയമവും പാലിക്കപ്പെടും, നമ്മുടെ യുവാക്കന്മാരുടെ തലയും പാലിക്കപ്പെടും. ഗവൺമെൻറ്റിന് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ആത്മാർത്ഥത ഈ കാര്യത്തിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗതാഗത മന്ത്രിയോടും വ്യക്തിപരമായി പറയട്ടെ, ഈ നമ്മുടെ നാട്ടിലെ യുവതലമുറയോട് എന്തെങ്കിലും ബാധ്യത ഗവൺമെൻറ്റിനും ഗതാഗത മന്ത്രിക്കും ഒക്കെ ഉണ്ടെങ്കിൽ ഗതാഗത മന്ത്രിയോട് പ്രത്യേകിച്ച് കൈകൂപ്പി അപേക്ഷിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ കേരളത്തിൽ ഈ സംവിധാനം ഒന്ന് നടപ്പാക്കണം. കാരണം മൃഗീയ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റാണ്, ഒരു ഓർഡർ ഇറക്കാൻ എന്താ പാട്? ഒരു പാടുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാര്യങ്ങളൊന്ന് നടപ്പാക്കിയിട്ട് ഈ വാഹനങ്ങൾക്ക് എല്ലാം, അതായത് പിഴകളൊക്കെ കർശനമായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ സർക്കാരിലേക്ക് വരുമാനം എന്നുള്ള ലക്ഷ്യത്തിലുപരിയായിട്ട് ജനത്തിൻ്റെ നന്മ എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പരിഷ്കാരങ്ങൾ നടത്തണമെന്നും, ആ പരിഷ്കാരങ്ങളിലൂടെ ഈ ഇരുചക്ര വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ സെൻസറെ പണിയാൻ മേലാത്ത രീതിയിൽ ഇത് ചെയ്യുകയും ഇതിനു മുകളിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വാഹനങ്ങൾ ഇതിനു മുകളിൽ സ്പീഡിൽ പോയാൽ ആ വാഹനം പിടിച്ചെടുത്ത് പൊളിച്ച് കളയണം. 1 അല്ല 2 എണ്ണം പൊളിച്ച് കഴിയുമ്പോൾ ഈ പരിപാടി നിർത്തും. അപ്പോൾ ചോദിക്കും സ്വാഭാവികമായിട്ട് പഴയ വാഹനങ്ങൾക്ക് വേഗം നിയന്ത്രിക്കാനുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ. ബാക്കിയുള്ള വാഹനങ്ങൾക്ക് വേഗം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് അതിൽ പിടിപ്പിച്ചാലേ ഇത് ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അതെല്ലാം ഓടിക്കാൻ പറ്റില്ല എന്ന് റൂൾ കൊണ്ടുവരണം. കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെ തല നമുക്ക് ആവശ്യമാണ്. ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഈ വിഷയങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ നടപടികൾ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായത്തോടും അപേക്ഷയോടും കൂടെ പൊതുജനമധ്യത്തിൽ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.